വലിയ ജനസംഖ്യയുള്ള ഒരു സമുദായമാണ് നമ്മുടെ യോഗീശ്വര സമുദായം. നോക്കൂ, കൈലാസത്തിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നവരാണ് യോഗീശ്വരന്മാർ. ആ യോഗീശ്വരന്മാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ പറയുന്നത് AD 590 മുതൽ 715 വരെ കാഞ്ചീപുരത്ത് പല്ലവരാജ കുടുംബത്തിൽ, പല്ലവ സാമ്രാജ്യത്തിൽ ആസ്ഥാന വിദ്വാനും സംസ്കൃത പണ്ഡിതനുമായിട്ടുള്ള ഭൈരാവി എന്ന് പറയുന്ന ആചാര്യനാണ് നമ്മുടെ യോഗീശ്വര സമുദായത്തിന്റെ ആചാര്യന്മാരായിട്ട് ഈ രാജ്യത്തെ ലിഖിതങ്ങളിൽ പറയപ്പെടുന്നത്. നോക്കൂ, കാഞ്ചീപുരത്തു നിന്നും ശുചീന്ദ്രം സ്ഥാണുമല ക്ഷേത്രത്തിലേക്ക്, ആ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്ര പൂജാരികളായിട്ട് ക്ഷേത്ര ആചാരം നടപ്പിലാക്കാൻ വേണ്ടി തിരുവിതാംകൂർ രാജാവും തിരുവിതാംകൂർ ക്ഷണിക്കപ്പെട്ട സമുദായമാണ് യോഗീശ്വര സമുദായത്തിന്റെ ജനതയെ. പിൽക്കാലത്ത് സ്ഥാണുമല ക്ഷേത്രത്തിൽ ബ്രാഹ്മണ പൂജ വരികയും എന്നാൽ യോഗീശ്വരന്മാർക്ക് ആ ക്ഷേത്ര പൂജ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും അവിടുത്തെ ചെമ്പോലയിൽ ലിഖിതങ്ങളായി എഴുതി വച്ചിട്ടുണ്ട്. ശുചീന്ദ്രത്ത് യോഗീശ്വരന്മാർക്ക് വേണ്ടി മാത്രം യോഗീശ്വര സമുദായം താമസിക്കുന്ന തെരുവുകൾ തന്നെ നിരവധി സ്ഥലങ്ങളിലുണ്ട്. നോക്കൂ, കേരളത്തിൽ കാഞ്ചീപുരത്ത് നിന്നും സ്ഥാണുമല ക്ഷേത്രത്തിലെ പൂജയുമായിട്ട് യോഗീശ്വരന്മാർ വന്നു എങ്കിൽ അവിടെ നിന്ന് കേരളത്തിലേക്ക് പല പ്രദേശങ്ങളിലും ക്ഷേത്രാചാരവും ക്ഷേത്രപൂജയുമായിട്ട് നിരവധി സമുദായ നേതാക്കന്മാർ, നമ്മുടെ സമുദായത്തിലെ ആചാര്യന്മാർ വന്നു. അതിലൂടെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും നമ്മുടെ സമുദായ അംഗങ്ങൾ അവരൊരുമിച്ച് ചേർന്നുകൊണ്ട് അവരുടെ ഇഷ്ടപരദേവതയായ കാമാക്ഷി ദേവിയെയും ഇഷ്ടപരദേവതയും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് പൂജാവിധികളുമായിട്ട് ഈ സമുദായം ഈ കേരളത്തിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു. പക്ഷേ കേരളത്തിലെ നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൽ